ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം മുൻപുണ്ടായി? പേടിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഇത്രയും ആൾക്കാർ വന്നപ്പോൾ ഞങ്ങൾ ഈ ലേഡീസ് കൂടെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുമെന്നൊരു പ്രത്യേക ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് പോലീസുകാർ തക്ക സമയത്ത് ഇടപെട്ടു. അവർ വന്നു, അവരുടെ വണ്ടി കൊണ്ട് നിർത്തി. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും കയറാൻ പറഞ്ഞു. അതുകൊണ്ട് ഒരു ബജ്രന്തിന്റെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പോലീസുകാർ സുരക്ഷിതമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കുകയും അവിടെ സുരക്ഷിതമായിട്ട് ഞങ്ങൾക്ക് ഒരു റൂം അവർ തരികയും സുരക്ഷിതമായിട്ട് അവർ നന്നായിട്ട് നോക്കുകയും ചെയ്തു. ആക്രോശിക്കുകയും ചെയ്തോ ബജരംഗ് ദൾ? ഇപ്പൊ അവര് പറയുന്നുണ്ടായിരുന്നു, ആ സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, കോളറിന് പിടിച്ച് കൊണ്ടുപോയി അതെ, കഴിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ പോയിരുന്നു. അവിടെ നിന്നാണ് സുധീർ അച്ഛനെ വലിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയത്. പക്ഷെ ഒരുപാട് പേരുണ്ടായിരുന്നു പുറകില്, ഇങ്ങനെ ജാഥയ്ക്ക് വരുന്നത് പോലെ ഉണ്ടായിരുന്നു. ഞങ്ങള് എന്റെ ചെരുപ്പൊന്നും ഇട്ടില്ല. ഞങ്ങള് ആഹാരം കഴിക്കാൻ ഇരുന്ന സമയത്താണ് അവിടെ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പുറകെ എണീറ്റ് വന്നു. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും വണ്ടിയിൽ കയറിയെന്ന് പറഞ്ഞ് പോലീസ് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നതാണ്. അപ്പൊ കഴിച്ചുകൊണ്ടിരുന്നിടത്ത് ആഹാരത്തിന്റെ പോലീസ് സ്റ്റേഷനിലും പോലീസ് നല്ല മര്യാദയോടാണ് പെരുമാറിയത്. പോലീസുകാരാണ് ഇതിൽ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സംഗീത ദീദിക്ക് ഷുഗർ പേഷ്യൻ്റാണ്. അവർക്ക് പിന്നെ രാത്രി 1 മണിയൊക്കെ ആയപ്പോൾ ഒരു പോലീസുകാരനാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ബിസ്ക്കറ്റും കുറച്ച് സ്നാക്സും ഒക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ടിരിക്കുക, ഇപ്പോൾ ഈ അർദ്ധരാത്രിക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് നല്ല സപ്പോർട്ടായിരുന്നു. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങളത് നോക്കി വന്ന 3 പാസ്റ്റർമാരാണ്. ഒരു പാസ്റ്റർ ഇവര് ജെറൂഡിലായിട്ട് കൊണ്ട് കാറിൽ ഇതാ നിൽക്കുന്ന ഈ പാസ്റ്ററാണ്. അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോ പോലീസ് അതെ 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 ശരിയാണ്. എന്താ പറ്റിയത്? പോലീസ് എന്ത് പറഞ്ഞാ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്? നിങ്ങൾ ഈ സംഭവ സമയത്ത് അവിടെ ഇല്ലല്ലോ. ഇവര് ആ സമയത്ത് ഉണ്ടായിരുന്നു, ഞങ്ങളെ പുറത്തായിരുന്നു. പക്ഷെ ഈ ബജ്രംഗ് ദളിലെ ആൾക്കാരെ നമുക്ക് അകത്ത് കിടത്തില്ലായിരുന്നു. അവരെ നമുക്ക് തല്ലാൻ വേണ്ടി കുറെ ശ്രമിച്ചു. പക്ഷെ ദൈവം അങ്ങനെ സമ്മതിച്ചിട്ടില്ല. രാവിലെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്? അല്ല, നമ്മൾ ഇന്നലെ രാത്രി ഒരു 12:15 അടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയതാ ഇവർക്ക് വേണ്ടി. നമ്മുടെ കൂടെ പാസ്റ്റർ ഡോക്ടർ ലക്ഷ്മൺ ഉണ്ടായിരുന്നു, പാസ്റ്റർ റുബേൻ ഉണ്ടായിരുന്നു, പിന്നെ പാസ്റ്റർ അഠോലി ഉണ്ടായിരുന്നു. നമ്മൾ 4 പേര് ഇന്നലെ കാറിലേക്ക് ഇങ്ങോട്ടേക്ക്. എന്ത് പറഞ്ഞ പോലീസ് നിങ്ങളെ കസ്റ്റഡിയിൽ എടുത്തത്? അവരെ പോലീസ് ഒന്നും പറയത്തില്ല. പക്ഷേ ഇവരുടെ പ്രഷറായിട്ടാണ് അവരെ നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവരെ പിടിച്ചു വെച്ചത്. അത്രയും പ്രശ്നമായിരുന്നു. അതെ അതെ, അത്ര പ്രശ്നമുണ്ടായിരുന്നു. പാസ്റ്ററിന്റെ കണ്ണാടിയൊക്കെ അവര് വലിച്ചു പൊട്ടിക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു. അതിനുശേഷം ഈ പാസ്റ്ററിന്റെ കണ്ണടയൊക്കെ ഇത് നശിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുകയായിരുന്നു. കണ്ണാടിയുടെ ഒരു ഭാഗം കാണുന്നില്ല. हाँ, वो इतने सारे लोग थे, 100 के करीब लोग थे. और ये देखिए, हाँ, चश्मा और बहुत सारी चीजें उन्होंने छीन लिए थे. और कार को भी छीन लिए थे. फिर पुलिस वालों ने वो कार दिला के दी. और पास्टर लक्ष्मण भी बहुत सारी चीजों को बताएंगे. 1 मिनट, പാസ്റ്റർ ലക്ഷ്മൺ बताएंगे. ഇവരെ കായികമായി നേരിട്ടു. അതെ അതെ, ഈ 3 പാസ്റ്റർമാരും ഞങ്ങൾക്ക് വേണ്ടി നല്ല കഷ്ടപ്പെട്ടു. ഒരുപാട് സമയം അവരെ പുറത്തു നിർത്തി അവരടിക്കാനൊക്കെ ഓടിച്ചു. പിന്നെ കാറിന്റെ ചാവിയൊക്കെ പിടിച്ചു വാങ്ങിയായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങളെ റൂമിൽ ഇവരെ കൂടെ കൊണ്ടെത്തിച്ചതിന് ശേഷം പറഞ്ഞു ഇനി പുറത്തിറങ്ങി അവരടിക്കുമെന്ന് പറഞ്ഞു. പോലീസുകാരാണ് ഞങ്ങൾക്ക് ഫുൾ പ്രൊട്ടക്ഷൻ തന്നത്. ഇപ്പോ ആരുമില്ല. നേരത്തെ എന്റെ മകളും ഞങ്ങൾ 5 വർഷമായി. ഇല്ല, 14 പ്രാവശ്യത്തോളം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെട്ടിക്കളയും കൊന്നുകളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ അതെ, കുഞ്ഞും പോലീസ് സ്റ്റേഷനിൽ. അതെ അതെ, बच्चा भी पुलिस स्टेशन में? यस, बच्चा भी पुलिस स्टेशन में था. कल से उन्हें कुछ भी नहीं खाया. मेरे बच्चे ने पुलिस वाले ഭയാനകമായ കുറച്ച് മണിക്കൂറുകളിലൂടെയാണ് അവർ കടന്നുപോയത്.
മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് ഒരു പിറന്നാൾ ആഘോഷത്തിനിടയിൽ നിന്ന് ഇവരെ പിടിച്ചുകൊണ്ടുപോകുന്നത്. നാഗ്പൂരിനടുത്ത് അമരാവതി ജില്ലയിൽ ബജറംഗ് ദൾ പ്രവർത്തകരുടെ ഭീഷണി, ഏറെ നേരമുള്ള ഭീഷണി, മണിക്കൂറുകൾ നീണ്ട ഭീഷണി. അവിടെ നിന്ന് പോലീസാണ് അവരെ രക്ഷപ്പെടുത്തിയത്. പോലീസ് വേണ്ട സുരക്ഷയൊക്കെ ഒരുക്കിയിരുന്നു എന്ന കാര്യം അവർ വിശദീകരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ മതപരിവർത്തനം ആരോപിച്ച് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ അറസ്റ്റിലായ CSI വൈദികൻ, മലയാളി വൈദികൻ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. 12 പേർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.